ഷെയ്ഖ്ഷ ട്യൂട്ടോറിയൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇമേജ് റീടച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതാനും ടൂളുകളെ കുറിച്ച് പരിചയപ്പെടും. ആദ്യമായി അതിനുവേണ്ടി നമ്മളൊരു പിക്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യമായി സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ. ഹീലിംഗ് ബ്രഷ് ടൂൾസിൽ രണ്ട് ബ്രഷ് ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൽ ആദ്യമായിട്ട് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് എന്താണെന്ന് നോക്കാം. സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഒരു പിക്ചറിൽ സ്കിന്നിൽ എന്തെങ്കിലും മാർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മായ്ച്ചു കളയാൻ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നോർമൽ മോഡിൽ ടൈപ്പ് പ്രോക്സിമിറ്റി മാച്ച് എന്ന ടൈപ്പിൽ നമ്മൾ ജസ്റ്റ് ആൾട്ട് പ്രസ് ചെയ്ത് ഒരു നല്ല ഏരിയ ആൾട്ട് പ്രസ് ചെയ്ത് വിടുക. എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഭാഗം ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നു. മാർക്ക് പോയതായി കാണാം. ഇതുപോലെ അടുത്തതായി ഉപയോഗിക്കാവുന്ന ടൂളാണ് ഹീലിംഗ് ബ്രഷ് ടൂൾ. ഹീലിംഗ് ബ്രഷ് ടൂൾ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഒരേ ഒരു വ്യത്യാസം കൊണ്ടാണ്. ഇതിൽ നമ്മൾ ഏത് ഏരിയ ആണോ കാണിച്ചു കൊടുക്കുന്നത് ആ ഏരിയ ആയിരിക്കും കോപ്പി ചെയ്യുന്നത്. ആൾട്ട് പ്രസ് ചെയ്ത ശേഷം ഒരു നല്ല ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ക്ലിക്ക് ചെയ്ത ഏരിയയുടെ ആ ഭാഗമായിരിക്കും നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് മാറ്റുമ്പോൾ കോപ്പി ആവുന്നത്. നമുക്കിവിടെ കാണാം ഈ ഏരിയ ആണ്. ഒരു പ്ലസ് ഐക്കൺ നമുക്ക് കാണാം. ഇനിയും ആൾട്ട് പ്രസ് ചെയ്ത് ആവശ്യാനുസരണം നമുക്ക് ഏരിയ സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് പാച്ച് ടൂൾ എന്ന് നോക്കാം. പാച്ച് ടൂൾ ഉപയോഗിച്ച് നമുക്ക് സ്കിന്നിലെ മാർക്സ് എല്ലാം വളരെ നിഷ്പ്രയാസം റിമൂവ് ചെയ്യാവുന്നതാണ്. പാച്ച് ടൂളിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്, സോഴ്സ് അതുപോലെ ഡെസ്റ്റിനേഷൻ. സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മാർക്കുള്ള സ്ഥലം സെലക്ട് ചെയ്ത ശേഷം ഒരു നല്ല ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ആ നല്ല ഏരിയ ഇവിടെ കോപ്പി ആവുന്നതാണ്. അതുപോലെ ഡെസ്റ്റിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു നല്ല ഏരിയ സെലക്ട് ചെയ്ത ശേഷം മാർക്കുള്ള ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സോഴ്സിൻ്റെ. അപ്പോൾ നിഷ്പ്രയാസം നമുക്ക് സ്കിന്നിലെ മാർക്സ് ഒക്കെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് മാറ്റാം. അടുത്തതായി നമ്മൾ എന്താണ് റെഡ് ഐ ടൂൾ എന്ന് നോക്കാം. റെഡ് ഐ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ക്യാമറ ഫ്ലാഷ് മൂലമുള്ള റെഡ് ഐസ് റിമൂവ് ചെയ്യാം. ഇവിടെ pupil സൈസ്, ഡാർക്ക്നെസ് എമൗണ്ട് ഇതെല്ലാം ഒരു 50-50 അളവിൽ കൊടുക്കാം. ഈ റെഡ് ഐ ടൂൾ എടുത്ത് ജസ്റ്റ് നമ്മുടെ കൃഷ്ണമണിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ
നമ്മുടെ ടൂൾ പ്രവർത്തിക്കുന്നതാണ്. റെഡായി റിമൂവായി. അപ്പോൾ ഇന്ന് നമ്മൾ ഇമേജ് റീടച്ചിങ് ടൂൾസിൽ 4 ടൂൾസ് പഠിച്ചു. ബാക്കിയുള്ള ടൂൾസ് അടുത്ത ട്യൂട്ടോറിയലിൽ പഠിക്കാം.